10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതകമായിരുന്നു ജിഷയുടേത്. അന്ന് ജിഷയുടെ അമ്മയെ എല്ലാവരും ചേർത്ത് പിടിച്ചു. അവർക്ക് ലക്ഷക്കണക്കിന് രൂപ പലരായി സഹായിക്കുകയും ചെയ്തു. ഇന്ന് ആ അമ്മയുടെ അവസ്ഥ നമ്മൾ കാണേണ്ടതാണ്. എത്ര ദയനീയമായിട്ടാണ് അവരിന്ന് ജീവിക്കുന്നത്. പണം കയ്യിൽ കെട്ടിക്കഴിയുമ്പോൾ അത് എങ്ങനെ വിനിയോഗിക്കാൻ അറിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം. ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 9 മണിയാകുമ്പോ ഇവിടെ കഞ്ഞി കിട്ടും. കഞ്ഞിയൊക്കെയാണ്. എന്നിട്ട് അമ്പലത്തിൽ തന്നെയാണ് കിടക്കുകയൊക്കെ ചെയ്യുന്നത്. 9 മണിയാകുമ്പോ ഇവിടെ കഞ്ഞി കിട്ടും, ഉച്ചക്ക് ചോറ് കിട്ടും, ചില ദിവസം സദ്യ ഉണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് ബാക്കി പായസമില്ലാത്ത എല്ലാ സാധനങ്ങളും കൂട്ടി ഞങ്ങൾക്ക് ഉച്ചക്ക് ഊണുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലും അവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരും ഊണ് തരാൻ ഉണ്ടാവില്ല. അപ്പൊ എന്റെ സ്വയം മനസ്സാല ഈ ആളുകളൊന്നും പറയണ പോലെയൊന്നും അല്ല. എന്നെ എന്റെ കുടുംബത്തെ ചിറ്റിക്കാൻ പാകത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്റെ മക്കളെ എനിക്ക് ചീത്തപ്പേര് വരുത്താൻ പാകത്തിന് ആരും ഒന്നും ചെയ്യില്ല കേട്ടാ. ഞങ്ങളെ ഉപദ്രവിക്കില്ല കേട്ടാ. ഒരു ഓൺലൈൻ വീഡിയോയിൽ അവർ കൊടുത്ത ഇന്റർവ്യൂ ആണ്. ഇന്ന് അവർ ഒരു അമ്പലത്തിന്റെ നടയിൽ അഭയാർത്ഥിയായി കഴിയുന്നു. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആഹാരം കഴിച്ചാണ് അവർ ജീവിക്കുന്നത്. എത്രമാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ അവരെ സഹായിച്ചത്. ഗവൺമെന്റ് സഹായിച്ചു. അവരുടെ ഒരു മകൾക്ക് ജോലി എന്തോ കൊടുത്തിട്ടുണ്ട്. എല്ലാ സഹായവും കേരള ഗവൺമെന്റ് ചെയ്തു. എന്നിട്ടും അവർ ഈ ഗതിയെ പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള അവരുടെ അറിവുകേടാണ് അവരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ലക്ഷക്കണക്കിന് രൂപയാണ് അവരുടെ അക്കൗണ്ടിൽ വന്നത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എല്ലാ മാധ്യമങ്ങളും പറയുന്നു അവർക്ക് ലക്ഷക്കണക്കിന് രൂപ കിട്ടിയെന്ന്. അന്ന് അവർ ഒരു മേക്കപ്പ് ചെയ്യാനും കണ്ട പോയതിന്റെ പേരിൽ തന്നെ അവർ ഒരുപാട് ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ ഏതൊക്കെ സീരിയലിലേക്ക് അഭിനയിക്കാൻ കൊണ്ടുപോയെന്നും സീരിയൽ നിർമ്മിക്കാൻ കൊണ്ടുപോയെന്നും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പണം കിട്ടിയെന്നാണ്. അത് ഈ ഒരാളുടെയോ രണ്ടാളുടെ പണം അല്ല, പുറത്തു വെളിയിൽ നിന്ന് എല്ലാവരും ഒരുപാട് രാജ്യങ്ങളിലെ ആളുകളുടെ പണാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ആ പൈസ കണ്ടിട്ടില്ല. അല്ല, പുറത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട്. 50 അല്ല, 50 ലക്ഷം ഒന്നല്ല. പിന്നെ എത്ര ലക്ഷം? ആരും കുറയ്ക്കാൻ നോക്കിയാൽ ഒന്നും നടക്കില്ലോ. അത് പിന്നെ എത്ര ലക്ഷം? എല്ലാ ജനങ്ങളും കേട്ടറിഞ്ഞിരിക്കുന്നത് ഇവിടെ 3-4 തലമുറകൾക്ക് ജീവിക്കാൻ കോടികൾ വന്നു എന്നുള്ളതാണ്. മകൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അവർ പറയുന്നത് മകൾ ഇറക്കി വിട്ടതല്ല, എന്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ ഇറങ്ങി വന്നതെന്നാണ്. നമ്മളിതെല്ലാം മനസ്സിലാക്കേണ്ടത് യാദൃച്ഛികമായി കിട്ടുന്ന പൈസ നമ്മുടെ സ്വന്തം അധ്വാനത്തിനല്ലാതെ ഏതെങ്കിലും രീതിയിൽ കിട്ടുന്ന പൈസ അത് ആ വഴിക്കൊക്കെ തന്നെ ചെലവായി പോകുന്നു എന്നുള്ളതാണ്. അവരെ ആരെങ്കിലും നിയന്ത്രിച്ച് അവരുടെ അവസാന നാളുകളിലേക്ക് ആ പൈസ സ്വരൂപിച്ച് സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അവർക്കിന്ന് ഈ ഗതി വരുമായിരുന്നില്ല. പൈസ കിട്ടിയപ്പോൾ അവരോടൊപ്പം തന്നെ കുറെ കൂട്ടുകാരും ചേർന്ന് കുറെ ആൾക്കാർ അവരുടെ പിറകെ കൂടി അവരെ കൊണ്ടു നടന്ന് പല വഴിക്ക് ആ പൈസകളെല്ലാം തീർത്ത് അവരെ അനാഥരാക്കി. നാം ഇന്ന് കേരളത്തിൽ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കേണ്ടത് ഇതുപോലുള്ള കഥാപാത്രങ്ങളെയാണ്. ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇങ്ങനെയാക്കി ആയിത്തീരാൻ കഴിയുന്നു എന്നൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. വരും തലമുറയ്ക്ക് സാമ്പത്തികം കയ്യിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം അധ്വാനം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടുന്ന ഏതെങ്കിലും പൈസയൊക്കെ എങ്ങനെയാണ് ചെലവാക്കേണ്ടത്, അങ്ങ് ആ വഴിക്ക് ചെലവാക്കിയില്ലെങ്കിൽ നമുക്ക് വന്ന് സംഭവിക്കാവുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ അമ്മയ്ക്ക് അന്ന് ആരെങ്കിലും നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവർക്കിന്ന് ഈ ഗതി വരുമായിരുന്നു. അവരിന്ന് അമ്പലത്തിന്റെ നടയിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥ. ലക്ഷക്കണക്കിന് രൂപ അക്കൗണ്ടിൽ വരികയും ഒരു മകൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടുകയും ചെയ്ത ഒരു അവസ്ഥയിൽ നിന്നാണ് അവർ ഈ അതപ്പതിച്ച അവസ്ഥയിലേക്ക് വന്നത്. അവർ പറയുന്നത് നമുക്ക് വീണ്ടും കേൾക്കാം. ചെന്ന് തൊടാല്ല എന്റെ മോനെ, അമ്മയുടെ പൊന്നെ തൊട്ടൊക്കെ എന്റെ പിള്ളേനെ എനിക്ക് വിളിക്കാൻ പാടില്ലായിരുന്നു, ഇവരതൊന്നും എനിക്ക് തന്നില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവര് കൊച്ചിന്റെ ബോഡി എടുത്തപ്പോ ചോരയിലും മുങ്ങിയ തുണിയും അതെങ്കിലും എനിക്ക് തായോ എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് സൂക്ഷിക്കാൻ. ഇവര് ഞാൻ ആവശ്യപ്പെട്ടതൊന്നും എനിക്ക് തന്നില്ല. ഒരുപാട് കോളേജുകളിലൊക്കെ പഠിച്ച കൂട്ടുകാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ടീച്ചർമാരുണ്ട്. ഞാൻ ആശുപത്രിയിൽ 16 കൊല്ലം ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു, ഒരു ഹോസ്പിറ്റലിൽ 5 കൊല്ലം ജോലി ചെയ്തു. ഒരുപാട് ഡോക്ടർമാരും നേഴ്സുമാരും ഒരുപാട് പേര് കാണാണ്ട് ഈ പച്ചപ്പാതരിക്ക് നിങ്ങൾ ഉണ്ടാക്കല്ലേ നീ പറഞ്ഞു, കത്തിക്കല്ലേ എന്ന്. ഇന്ന് ഇത്രയും സംഭവം നടക്കൂല. ഇതിന്റെ എല്ലാ സത്യം അന്ന് തെളിഞ്ഞാൻ അതറിയാം. ഇവരാരും ശരിയല്ല എന്റെ ആൾക്കാരൊന്നും. എന്റെ പിള്ളേനെ ഞാൻ പറഞ്ഞു, കൊച്ചിന്റെ അച്ഛന് മണ്ണുണ്ട്, കൊച്ചിന് മണ്ണുണ്ട്, അവിടെ അടക്ക്, എനിക്കൊന്ന് കാണാനും തൊടാനും വേണ്ടിയാ ചെന്നിടക്കി. ഇവരത് സമ്മതിച്ചില്ല. ഇവര് കൊച്ചിനെ കയറ്റി കന്നാസിക്കെന്ന് കൊണ്ടുവന്നു. ഇവരെന്തോ സാധനം പോരും. ഞാൻ പറഞ്ഞു, എന്റെ കെട്ടിയന്റെ പട്ടി പറയണ്ടേ, എന്റെ ഭാര്യ പറഞ്ഞോണം ഒന്ന് കേക്ക് നിങ്ങളെന്ന്. നിങ്ങളിപ്പോ ഒന്നും ചെയ്യണ്ടെന്നും എന്റെ ഭർത്താവ് ഒച്ചത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ കൊച്ചിനും പച്ചപ്പാതിരിക്ക് ദഹിപ്പിക്കൂല.
എന്റെ പിള്ളേനെ കൊണ്ട് ഈ പച്ച പാതിരിക്ക് കത്തിച്ചളഞ്ഞ് എന്റെ പിള്ളേനെ. കേട്ടല്ലോ ആ അമ്മ പറയുന്നതും കരയുന്നതും സങ്കടപ്പെടുന്നതും. അവരുടെ കുഞ്ഞിന്റെ ബോഡി പോലും അവരുദ്ദേശിച്ച രീതിയിൽ അവർക്ക് മറവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതുപോലുള്ള അനാഥമായ അമ്മമാരെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവരുടെ അറിവുകേടിന് മുതലാക്കിയെടുത്ത മക്കളും മരുമക്കളും സമൂഹവും ഒക്കെ ഇതിന് ഒരു ബാധ്യസ്ഥരാണ്. അവർ പണ്ടൊരിക്കൽ ഒരു ബ്യൂട്ടി പാർലറിൽ പോയതിന് 4000 രൂപ കൊടുത്ത് അവർ ബ്യൂട്ടീഷ്യൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചാനലുകാർ അടിച്ചിറക്കി വിട്ടു. വർഷങ്ങളോളം യൂട്യൂബുകാരുടെ ഒരു ഇരയായിരുന്നു ഇവർ. ഇവരെവിടെ പോയാലും യൂട്യൂബുകാർ പുറകെ നടന്ന് അവരുടെ ഇന്റർവ്യൂ എടുക്കലും അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ കണ്ടുപിടിച്ച് അതെല്ലാം യൂട്യൂബുകളിലൂടെ അവരെ പരിഹസിക്കുകയും അവരെ നിരന്തരം ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും അവർ വളരെയേറെ കഷ്ടപ്പെട്ട് അവരുടെ മകളെ പഠിപ്പിച്ച് LLB വരെ പഠിപ്പിച്ച് ആ കുട്ടി ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഈ ഗതി വരില്ല എന്നവർ തറപ്പിച്ചും പറയും. എന്തായാലും അവർക്ക് കിട്ടിയ കാശിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുക തന്നെ വേണം. അവരെ ഇങ്ങനെ ഈ അനാഥമായിട്ട് ഒരു അമ്പലത്തിന്റെ നടയിൽ ഭിക്ഷ യാചിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു. അവരുടെ മകൾക്ക് ജോലിയുണ്ട്, ഗവൺമെന്റ് ജോലി കൊടുത്തിട്ടുണ്ട്, അവർക്ക് വീട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അവരുടെ മക്കൾ അവരെ നോക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അവർ എത്ര തന്നെ ചിലവാക്കിയാലും അതിനൊക്കെ ഒരു പരിധിയില്ലേ. 4000 രൂപയുടെ മേക്കപ്പ് അടിച്ചെന്നും അന്ന് വേണ്ട ബ്യൂട്ടീഷ്യനെ കണ്ടില്ലെന്നും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരുപാട് നാളം യൂട്യൂബുകാർ റോളിക്ക് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഗവൺമെന്റ് ഇവരുടെ കാര്യത്തിൽ ഇടപെട്ട് എന്തെങ്കിലും ഈ അമ്മയെ ഈ തെരുവിൽ നിന്നും ഏതെങ്കിലും നല്ല രീതിയിൽ അവർക്ക് ഭക്ഷണം കഴിച്ച് അവർക്ക് അന്തി ഉറങ്ങി മരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്